ശബരിമല ദർശനം ജീവിതചര്യയാക്കിയ ഒരാളെ പരിചയപ്പെടാം ഇനി. 57 വർഷത്തിനിടയിൽ 500-ൽ കൂടുതൽ തവണ കെട്ടുനിറച്ച് മല കയറി ദർശന പുണ്യം നേടിയ, ഇപ്പോഴും ശബരിമല ദർശനം തുടരുന്ന കിഴൂർ കുന്നത്തുകളം വീട്ടിൽ നാരായണൻകുട്ടി. നാട്ടുകാർക്കെല്ലാം ഇദ്ദേഹം പ്രിയപ്പെട്ട മണിയേട്ടൻ ഗുരുസ്വാമിയാണ്. അങ്ങനെ പറഞ്ഞാലേ അറിയൂ. കിഴൂരിലെ ആളുകൾക്ക് ഗുരുസ്വാമിയാണ് നാരായണൻകുട്ടി എന്ന മണി. 1968-ൽ 14-ാം വയസ്സിൽ തുടങ്ങിയതാണ് അയ്യപ്പ ദർശനം തേടിയുള്ള ഈ ശബരിമല യാത്ര. ഇന്ന് വയസ്സ് 71 57 വർഷത്തിനിടെ 500-ൽ കൂടുതൽ തവണ കെട്ടുനിറച്ച് മല കയറി ദർശന പുണ്യം നേടി. ഇപ്പോഴും മാലയിട്ട് വ്രതത്തിലാണ്. അയ്യപ്പനെ കാണാനുള്ള അടുത്ത യാത്രയ്ക്കായി. അയ്യപ്പനെ കാണാൻ ഒറ്റയ്ക്ക് കെട്ടുനിറച്ച് പോകുകയല്ല, ആയിരക്കണക്കിന് ആളുകളെ ഒപ്പം കൂട്ടിക്കൊണ്ടുപോയിട്ടുമുണ്ട്. എരുമേലിയിൽ നിന്നും കാളകെട്ടി അഴുത കരിമല താണ്ടി കാട്ടിലൂടെ നടന്നാണ് ആദ്യമൊക്കെ അയ്യനെ കാണാൻ പോയിരുന്നത്. 36 വർഷം ഇങ്ങനെ മല കയറി. 100 കെട്ടുവരെ ഒരേ സമയം നിറച്ച് സ്വാമിമാരോടൊപ്പം മലയ്ക്ക് പോയ സന്ദർഭങ്ങളുമുണ്ട്. ഇനി ആരെങ്കിലും വന്ന് മലയ്ക്ക് പോകണമെന്ന ആഗ്രഹമുണ്ട്, പണമില്ല എന്ന് പറഞ്ഞാൽ അടുത്ത യാത്രയിൽ അവരെയും ഒപ്പം കൂട്ടും. കെട്ടുനിറച്ച് നൽകുമ്പോൾ കിട്ടുന്ന ദക്ഷിണയൊക്കെ ഇങ്ങനെയുള്ള ആളുകൾക്ക് വേണ്ടി ചിലവാക്കുമെന്ന് ഇദ്ദേഹം പറയുന്നു. വീട്ടുകാരും ബന്ധുക്കളും സുഹൃത്തുക്കളും നാട്ടുകാരുമൊക്കെയായി മണിയേട്ടനൊപ്പം മല കയറിയവർ ഏറെയുണ്ട്. ശബരിമല എന്ന് പറഞ്ഞാൽ ആദ്യം മുതൽ 14 വയസ്സ് മുതൽ പോക്ക് തുടങ്ങി. 57 വർഷമായി പോക്ക് ഏകദേശം. അത് കഴിഞ്ഞു. അവിടേക്ക് പോയാലൊരു ചൈതന്യം പറയണം. ഒരു വർഷം പോയി കഴിഞ്ഞാൽ ആ പിറ്റത്തെ വർഷം ആ കാലം വരുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് ആ വ്യക്തിക്ക് പോകാൻ തോന്നും. അതാണ് അവിടുത്തെ ചൈതന്യം. എന്താ വെച്ചാൽ വേറൊരു അമ്പലത്തിൽ പോയി നമ്മൾ തൊഴുതിട്ട് വരും. പക്ഷേ അവിടെ അങ്ങനെയല്ല. ഒരു കൊല്ലം പോയി, ആ പിറ്റത്തെ വർഷം ആ സമയം വരുമ്പോൾ വീണ്ടും നമുക്ക് പോകാനുള്ളൊരു ആഗ്രഹം മനസ്സിലുദിക്കും. ഇപ്പം 57 വർഷത്തിൻ്റെ ഉള്ളിൽ നമ്മുടെ ഗുരുസ്വാമി എന്ന് പറയാൻ 18 കൊല്ലം പോയിട്ട് 3-18 കഴിഞ്ഞു. 18 കൊല്ലം പോയാൽ തെങ്ങ് വയ്ക്കണം എന്നുള്ളത്. തെങ്ങൊക്കെ ഈ 3 തവണയും വെച്ചതാണ്. അതിനൊന്നും യാതൊരു മുടക്കവും വന്നിട്ടില്ല. ഈ കാര്യം ശബരിമലയ്ക്ക് പോകുമ്പോൾ എല്ലാ സുഖദുഃഖങ്ങളും അനുഭവിക്കാൻ തയ്യാറായിട്ടാണ് ഒരു വ്യക്തി പോകുന്നത്, അല്ലേ? ടൂറ് പോവല്ല. ഇന്നുള്ളവർക്ക് എന്താ വെച്ചാൽ അതില്ല ഇതില്ല എന്ന് കൂടുതൽ പറയാൻ കാരണം അവര് വീട്ടില് അല്ലെങ്കിൽ പിന്നുള്ളവർക്ക് അവരെല്ലാ സുഖത്തിലും പോകണു. അവിടെ അതിനനുസരിച്ചുള്ളത് അവിടെ ചെല്ലുമ്പോൾ നമ്മളായിട്ട് നമ്മളെന്ന് പറഞ്ഞാൽ ഇവിടെ നമ്മളാണെങ്കിൽ അവിടെ നമ്മൾ സ്വാമിയാണ്. അവിടെ തത്വമസീന്ന് എഴുതി വെച്ച ആ ഒരു വാക്ക് നമ്മൾ പാലിക്കുകയാണെങ്കിൽ യാതൊരു ബുദ്ധിമുട്ടുമില്ല. ഇപ്പോൾ മല കയറുന്നതിനേക്കാൾ മുമ്പുള്ള മലകയറ്റമാണ് മണിയേട്ടൻ്റെ ഓർമ്മകളിൽ ഓടിയെത്തുന്നത്. അന്നൊക്കെയായിരുന്നു മലകയറ്റം കഠിനമെന്ന മണിയേട്ടൻ. പമ്പയിൽ നടക്കുന്ന ആഗോള അയ്യപ്പ സംഗമത്തിനും പന്തളത്ത് നടക്കുന്ന വിശ്വാസ സംഗമത്തിനും മണിയേട്ടന് ക്ഷണമുണ്ട്. നാട്ടിലെ ഒരു മികച്ച കർഷകൻ കൂടിയാണ് ഇദ്ദേഹം. പ്രസന്നകുമാരിയാണ് ഭാര്യ. മകൻ രാജഗോപാലൻ IT മേഖലയിലും മകൾ സുവർണരേഖ മെഡിക്കൽ ഫീൽഡിലും ജോലി ചെയ്യുന്നു. തനിയെ നടന്ന് മല കയറാൻ കഴിയുന്ന കാലം വരെ അയ്യനെ കാണാൻ പോകുമെന്ന് ഇദ്ദേഹം പറയുന്നു. എനിക്ക് എന്ന് ശബരിമലയ്ക്ക് നടന്നിട്ട് പമ്പയെ നടന്നിട്ട് പോകാൻ വയ്ക്കുന്ന കാലം വരെ ഞാൻ പോയിക്കൊണ്ടിരിക്കുന്നു. ട്രോളിയിൽ നിന്നുള്ളൊരു ഇത് വരികയാണെങ്കിൽ എൻ്റെ മനസ്സിൽ ഇന്നത്തെ ഞാൻ അവിടെ പോയിട്ട് അയ്യപ്പനെ കാണും എന്നുള്ളത്. ഇപ്പം എൻ്റെ കുടുംബത്തിലെ എല്ലാവരെയും അമ്മ, ഭാര്യ, മകള്, മകൻ, അവരുടെ 2 കുട്ടികളെ എല്ലാവരെയും ഞാൻ കൊണ്ടുപോയതാണ്. അമ്മയെ കൊണ്ടുപോയിരുന്നു 10-20 കൊല്ലം കൊണ്ടുപോയി. അപ്പോൾ അമ്മ ഒരു കൊല്ലം പറഞ്ഞു ഇനി എനിക്ക് ഇപ്പം തന്നെ വയ്യാറുണ്ട്. അങ്ങനെ നിർത്തിയതാണ്. മകൻ 10 കൊല്ലത്തിൽ കൂടുതൽ പോയി. പേരക്കുട്ടികളെ 4-5 കൊല്ലം കൊണ്ടുപോയി. മകളെ കൊണ്ടുപോയി. ഭാര്യ 3-4 കൊല്ലം കൊണ്ടുപോയി. അതിനൊന്നും യാതൊരു വിഘ്നങ്ങളും ഇന്നത്തെ വരെ വന്നിട്ടില്ല. ആ ദർശന പുണ്യം തേടിയുള്ള അടുത്ത യാത്ര ഈ മാസം 18-നാണ്. ന്യൂസ് ബ്യൂറോ, ചെർപ്പളശ്ശേരി. ശരിയായ വില, ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയോടെ കവിത റൈറ്റ് പ്രൈസ് പ്രോമിസ്. എല്ലാ കസ്റ്റമേഴ്സിനും എല്ലാ പർച്ചേസിലും എല്ലാ ഷോറൂമുകളിലും കവിത ഗോൾഡൻ ഡയമണ്ട്സ്.